വാഹനം എടുക്കുമ്പോൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ താല്പര്യമില്ല എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. അവർ മറ്റെവിടെയും പോകാതെ ആദ്യം തന്നെ വരുന്ന ഒരു ഷോറൂമുണ്ട്. അവിടെയാണ് ഞാനുള്ളത്. ഹോണ്ടയുടെ ഷോറൂമിലാണ്. അപ്പോൾ ഒരുപാട് വാഹനങ്ങളൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാം. പെട്ടെന്ന് തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ അറിയാം. GSTയുടെ പ്രൈസ് കട്ടും ഇപ്പോഴത്തെ ഓഫേഴ്സാണ് പറയാൻ പോകുന്നത്. അമേസാണ് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഹോണ്ടയിൽ ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന ഒരു മോഡൽ. അത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ജനറേഷൻ വാഹനവും നമുക്ക് അവൈലബിൾ ആയത് 2G. അതിന് ഇതിൽ തൊട്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്നല്ലോ. അത്തരത്തിൽ 2 ടൈപ്പ് അമേസണിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ GSTയുടെ പ്രൈസ് ഏകദേശം കുറഞ്ഞിട്ടുള്ളത് 95,000 രൂപയാണ് അമേസിന്. പ്ലസ് ഇപ്പോഴത്തെ ഈ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ആപ്കോ ഹ്യുണ്ടായിൽ ഏകദേശം 98,000 രൂപയുടെ ഓഫർ നൽകുന്നുണ്ട്. അപ്പോൾ ഏകദേശം എത്രയായി? 95 വിലയും കുറഞ്ഞു, 98,000 രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീലിൽ ഇപ്പോൾ അമേസ് സ്വന്തമാക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന 3G എന്ന് വിളിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ സ്റ്റാർട്ടിങ് 8,72,000 രൂപയിൽ ആരംഭിക്കുന്നുണ്ട്. അത് ഞാൻ ഓഫർ കുറച്ചിട്ടില്ല, നമ്മുടെ നോർമൽ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് അപ് ടു 98,000 പ്രൈസ് കുറയുകയും ചെയ്യുമെന്നുള്ളത് കേട്ടോ. ഇനി നമ്മുടെ 2G ഇതിൻ്റെ പഴയ ജനറേഷൻ വാഹനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 8,23,000 രൂപയിലും വില ആരംഭിക്കുന്നുണ്ട്. എല്ലാം ബേസ് വേരിയൻ്റെ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിലാണ് കിട്ടുക. അത് മാനുവലായിട്ടും അതുപോലെ തന്നെ CVT ട്രാൻസ്മിഷനിലും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു 4 വീലർ അല്ലെങ്കിൽ പ്രൈവറ്റ് കാർ സെഗ്മെൻറ്റിലൊക്കെ ഏറ്റവും അധികം വാറണ്ടി തരുന്ന ഒരു മാനുഫാക്ചറാണ് ഹോണ്ട എന്ന് പറഞ്ഞാൽ. നമുക്ക് 10 വർഷം വരെ ഇതിൻ്റെ വാറണ്ടി കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അത് ഒരിക്കലും ചെറിയൊരു കാലയളവല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റിയിൽ കോംപ്രമൈസും ചെയ്യാത്തവരാണ് ഹോണ്ടയുടെ വാഹനങ്ങൾ എടുക്കുക എന്നുള്ളത്. ബ്രാൻഡിന് തന്നെ അവരുടെ പ്രൊഡക്റ്റ് അത്രയും വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ്. 10 വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വാറണ്ടി എത്തിക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ മാസത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് 98,000 വരെ ഡിസ്കൗണ്ട് അമേസിന് തരുന്നുണ്ട്. അതിന് പുറമെ നിങ്ങൾ എക്സ്റ്റെൻഡ് വാറണ്ടി നമുക്ക് 7 ഇയേഴ്സ് വരെ എടുക്കുന്ന സമയത്ത് 60% ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇപ്പോൾ തരുന്നത്. ഏകദേശം ഇപ്പോൾ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 33,000 റേഞ്ചിലൊക്കെ വരുന്ന എക്സ്റ്റെൻഡ് വാറണ്ടി നമുക്ക് വെറും 13,400 രൂപ കൊടുത്താൽ ഇപ്പോൾ 7 വർഷം വരെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം സ്കീമുകളാണെങ്കിലും വാറണ്ടി ആണെന്നുണ്ടെങ്കിലും ഈ വാറണ്ടിയുടെ ഗുണം എന്താ പറയുക, നിങ്ങൾ വാഹനം കുറച്ച് കാലം ഉപയോഗിച്ച് ഒരു 5 കൊല്ലം 8 കൊല്ലമൊക്കെ ഉപയോഗിച്ച് വിൽക്കുമ്പോഴും, അതായത് 8 കൊല്ലം നിങ്ങൾ ഉപയോഗിച്ച് വിറ്റാലും വാറണ്ടി ഉള്ള വണ്ടിയാണെന്ന് പറഞ്ഞ് വിൽക്കാം. അതിൻ്റെ ഒരു അത് അടുത്തെടുക്കുന്ന ആൾക്ക് ആ വാറണ്ടി കിട്ടുകയും ചെയ്യും. അല്ലാതെ ആദ്യത്തെ ഓണർക്ക് മാത്രമല്ല, 10 വർഷം വരെ വണ്ടി ആര് ഉപയോഗിച്ചാലും അവർക്കൊക്കെ ആ വാറണ്ടി കിട്ടുമെന്നുള്ളതാണ്. അത് ഹോണ്ടയുടെ ലൈനപ്പിലുള്ള എല്ലാ വാഹനങ്ങൾക്കും ആ ഒരു സ്കീം ഹോണ്ട നൽകുന്നുണ്ട്. ആ ഒരു വിശ്വാസം നൽകുന്നുണ്ട് എന്ന് പറയാം ഒറ്റ വാക്കിൽ പറഞ്ഞപ്പോൾ. നമുക്ക് അത്യാവശ്യം നല്ല, നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, യൂസ്ഡ് മാർക്കറ്റിൽ ഹോണ്ടയുടെ വാഹനങ്ങൾക്ക് അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ ഉണ്ട്. ഒന്ന് റിലയബിലിറ്റി കാര്യങ്ങൾ കൊണ്ടാണ്, മറ്റത് ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം കാര്യങ്ങളും കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത മോഡൽ അമേസിൻ്റെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏകദേശം 9 ലക്ഷത്തിനകത്ത് ബഡ്ജറ്റുള്ളവർക്ക് തന്നെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡലാണ് എന്ന് പറയാം. സെഡാനാണ്. അടുത്തൊരു സെഡാൻ നമ്മുടെ ഹോണ്ട സിറ്റിയാണ്. ലെജൻഡറി ആയിട്ടുള്ള ഒരു മോഡലാന്ന് പറയാം. നമുക്കിതിന് ഒരുപാട് ഞാൻ ഇതിന് വർണ്ണിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഹോണ്ട സിറ്റി നമുക്ക് 2 രൂപത്തിൽ വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട്. ഒന്ന് ഒരു പെട്രോൾ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ കിട്ടുന്നുണ്ട്, കൂടാതെ ഒരു ഹൈബ്രിഡ് ആയിട്ട് കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ 57,000 രൂപ വരെയാണ് ഇപ്പോൾ വില കുറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ ഞാൻ കഴിഞ്ഞ GSTയുടെ മറ്റുള്ള ബ്രാൻഡൊക്കെ വീഡിയോ ചെയ്ത് പറഞ്ഞാണ് ഏറ്റവും അധികം ബെനിഫിറ്റ് നമുക്ക് സാധാരണക്കാർക്കാണ്, അല്ലെങ്കിൽ ചെറുവണ്ടികൾക്കാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അമേസിന് 98,000 ഉണ്ട്, സിറ്റിക്ക് 57,000 ആണ് കുറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് 4 മീറ്ററിന് അകത്ത് വരുന്ന വാഹനങ്ങൾക്കാണ് ഏറ്റവും അധികം ബെനിഫിറ്റ് കിട്ടുക. ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 4 മീറ്ററിലും നീളം കൂടുതലുണ്ട്. 1200 cc മുകളിൽ വരുന്ന എഞ്ചിനാണ്. ഹോണ്ട സിറ്റിക്ക് നമുക്ക് അറിയാവുന്ന പോലെ ഒരു 1500 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 57,000 രൂപ വരെ വില കുറഞ്ഞ GSTയുടെ ഭാഗമായിട്ട്. കൂടാതെ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഹോണ്ട നമുക്ക് 1,27,000 വരെയുള്ള ഡിസ്കൗണ്ടുകളും തരുന്നുണ്ട്. നമുക്ക് ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് നോക്കുകയാണെങ്കിൽ സിറ്റിക്ക് 14,34,000 ഓൺ റോഡ് വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞ 1,27,000 വരെയുള്ള ഡിസ്കൗണ്ടുകൾ. അത് ഓരോ വേരിയൻ്റ് അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് ബേസ് വേരിയൻ്റെ പ്രൈസാണ് നമ്മൾ എല്ലാ വാഹനത്തിൻ്റെയും പറയുന്നത്. പക്ഷേ നമ്മൾ ബേസ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ള ബ്രാൻഡിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ട് ഹോണ്ടയുടെ ബേസ് വേരിയൻ്റ് കമ്പയർ ചെയ്യേണ്ടതില്ല. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം സേഫ്റ്റി ഭാഗമാണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഭാഗമാണെങ്കിലും ഫീച്ചർ ലോഡറായിട്ടാണ് അവർ ബേസ് വേരിയൻ്റ് തൊട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ള ബ്രാൻഡുകൾ നോക്കുമ്പോൾ അവരൊരു 3ാമത്തെ വേരിയൻറ്റിലുള്ള ഫീച്ചേഴ്സൊക്കെ ഹോണ്ടയുടെ ബേസ് വേരിയൻറ്റ് തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ക്വാളിറ്റിയുടെ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 14,34,000 നമ്മുടെ പെട്രോൾ ഹോണ്ട സിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 40,000 മുകളിൽ നമുക്ക് ഹൈബ്രിഡിനും വില കുറഞ്ഞിട്ടുണ്ട്. ഹൈബ്രിഡ് ആണെങ്കിലൊക്കെ നമുക്ക് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മൈലേജ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഒന്ന് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഹോണ്ട സിറ്റിയുടെ ഹൈബ്രിഡും ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു SUV വാഹനം നമ്മളിപ്പോൾ കണ്ട് 2 സെഡാനാണ്. നിങ്ങൾക്ക് ഒരു SUV ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഹോണ്ടയിലെ ഒരു ഓപ്ഷനാണ് നമുക്ക് എലവേറ്റ്. നമ്മൾ ഹോണ്ട സിറ്റിയിൽ കണ്ട അത് എഞ്ചിനും ഷാസി കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് എലവേറ്റ്. സെയിം എമൗണ്ട്
ഏകദേശം ആ ഒരു സെയിം കാറ്റഗറി, സെയിം ലെങ്ത്തും സെയിം എഞ്ചിനും ഷാസിയൊക്കെ ആയതുകൊണ്ട് ഒരേ രൂപത്തിൽ തന്നെയാണ് ടാക്സും കിടക്കുന്നത്. നമുക്ക് ഏകദേശം 57,000 രൂപകളാണ് ഇപ്പോൾ GST പ്രൈസ് കട്ട് കൊണ്ട് വില കുറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഏറ്റവും അധികം ബെനിഫിറ്റ് ഓഫേഴ്സ് കിട്ടുന്ന ഒരു മോഡലും ഹോണ്ട എലവേറ്റ് ആണ് എന്ന് പറയാം. 1,51,000 രൂപയോളം നമുക്ക് ഡിസ്കൗണ്ടുകൾ, എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങളെല്ലാം അടക്കം എലവേറ്റിന് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഹോണ്ട സിറ്റിനേക്കായും അഫോർഡബിൾ ആയിട്ട് ഹോണ്ട എലവേറ്റ് സ്വന്തമാക്കാം. അതായത് 13,25,000 രൂപ ഓൺ റോഡ് പ്രൈസിൽ നമുക്കിപ്പോൾ ഹോണ്ട എലവേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ പ്രൈസൊക്കെ എക്സ്റ്റൻഡ് വാറണ്ടി ആക്സറീസ് ഒന്നും ഇല്ലാത്ത ഒരു ബേസിക് ഓൺ റോഡ് പ്രൈസ് ആണ് കേട്ടോ. അതായത് ഷോറൂം വരും, നമ്മുടെ ടാക്സ് വരും, ഇൻഷുറൻസ് വരും, ഫാസ്ടാഗ് വരും, രജിസ്ട്രേഷൻ, അങ്ങനെയുള്ള ബേസിക് TCS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നും നമുക്ക് ഈ ഓഫേഴ്സ് ലഭിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രൈസിൽ നിന്നും കുറവിലായിരിക്കും നിങ്ങൾക്ക് വാഹനം ലഭിക്കുക. ഓഫർ ഈ ഒക്ടോബറിൽ വാഹനം എടുക്കുന്നവർക്കാണുള്ളത്. അതുകൊണ്ടാണ് ഞാനത് ആ രൂപത്തിൽ പറയുന്നത് കേട്ടോ. ഓഫർ കുറച്ചിട്ടുള്ള എമൗണ്ട് പറയാതെ, നിങ്ങൾ അടുത്ത മാസം ഈ വീഡിയോ കാണുന്നെങ്കിൽ ഈ എമൗണ്ട് ആയിരിക്കും ഓഫർ, ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം, ആ രൂപത്തിലൊക്കെയാണുള്ളത്. അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നമുക്ക് നിലവിൽ നമ്മുടെ ഹോണ്ടയുടെ ലൈനപ്പിലുള്ളത്. ഹോണ്ട ഷോറൂം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക. ഒരു 8-8.5 ലക്ഷം ബഡ്ജറ്റുള്ളവർക്കും ധൈര്യമായിട്ട് ഹോണ്ട ഷോറൂമിലേക്ക് വരാൻ നിങ്ങൾക്ക് പറ്റിയൊരു വാഹനം ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ വാറൻറ്റി നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു 13,000 കൊടുത്താൽ 7 വർഷമൊക്കെ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ വാഹനം ഉപയോഗിക്കുക. അത് അക്രോസ് ഓൾ വേരിയൻസ്, നമുക്ക് അതിന് വ്യത്യാസമൊന്നുമില്ല. ഏത് വേരിയൻ്റാണ്, ഏത് മോഡലാണെങ്കിലും നമുക്ക് ആ ഒരു സ്കീം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി അപ് ടു 10 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ഡീലിൽ ബെനിഫിറ്റോട് കൂടിയിട്ട് ഇപ്പോൾ ഹോണ്ട വാഹനങ്ങളും സ്വന്തമാക്കാനായിട്ട് പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം. മലപ്പുറം കോഴിക്കോടൊക്കെയുള്ള ആപ്കോ ഹോണ്ടയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവരെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഹോണ്ടയുടെ ലൈനപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ഹോണ്ടയുടെ വാഹനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ. വീഡിയോ കണ്ടതിൻ്റെ ഒരുപാട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.